എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മിൽക്ക് പേടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മിൽക്ക് പേട എങ്ങനെ വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുറത്ത് ബേക്കറിയിൽ നിന്നൊക്കെ പേട വാങ്ങിയിട്ട് നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കൂടാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. നട്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്യാതെ ഒരു സിമ്പിൾ പേട. മിൽക്ക് പേട റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡറാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യുന്നത് 1.5 കപ്പ് പാലാണ്. തിളപ്പിച്ച പാലൊന്നുമല്ല, ഫ്രഷ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഡയറക്റ്റ് കടായിലേക്ക് ആഡ് ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കടായിലോട്ട് മാറ്റിയാലും മതിയാകും. ഞാൻ ഡയറക്റ്റ് തന്നെ കടായിലോട്ട് ആഡ് ചെയ്തേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വിസ്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂണോ ഇതുപോലെ എന്തെങ്കിലും തവിയോ ഉപയോഗിച്ചിട്ട് ഈവണായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കട്ടകളൊക്കെ മാറിപ്പോയിക്കോളും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, വിസ്ക് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇവിടെ ഞാൻ കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. സ്റ്റവ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. സമയം എടുക്കും, കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിച്ചിട്ട് കളറ് മാറിപ്പോകും. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് എത്തിയിട്ടുണ്ട്. പേട ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പൊക്കെ സിമ്പിൾ ആണെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് മാത്രമാണ് ഒരു മെയിൻ ടാസ്ക് ആയിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വെക്കാനും പറ്റില്ല, പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ ടോട്ടൽ 15 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത്രയും മതിയാകും, കൂടുതൽ ആവശ്യമില്ല. അങ്ങനെ വീണ്ടും ഒരു 6-7 മിനിറ്റോളം കഴിഞ്ഞപ്പോഴേക്കും ഈ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഏകദേശം കടായിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുവരുന്ന പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് തണുക്കേണ്ട, ചെറുതായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തണുത്ത് കിട്ടിയാൽ മാത്രം മതി. ഞാനിവിടെ തണുത്തതിന് ശേഷം ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മിൽക്ക് പേട അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.